ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് വിക്രമാദിത്യ കഥകളിലെ 20ാമത്തെ കഥയായ ഹംസാദേവിയാണ് പറയുന്നത്. വീണ്ടും ബന്ധനസ്ഥനാക്കപ്പെട്ട വേതാളം പതിവ് പോലെ മറ്റൊരു കഥ പറയാൻ തുടങ്ങി. വിജയപുരി എന്ന നാട്ടിൽ അതിസുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു ഹംസാദേവി. വിജയപുരിയിലെ രാജാവിന് അവളിൽ സ്നേഹമുണ്ടെങ്കിലും അവളെ വിവാഹം ചെയ്താൽ തൻ്റെ രാജപ്രതാപങ്ങൾ നശിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഹംസാദേവിയെ തൻ്റെ ഭൃത്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. രാജാവിന് അവളോട് താല്പര്യമുണ്ടെന്നറിഞ്ഞ ഭൃത്യൻ അവളെ രാജസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു. ഹംസാദേവിക്കും ഇത് സമ്മതമായിരുന്നു. മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കുന്നതും അവളുമായി ജീവിക്കുന്നതും തെറ്റാണെന്നറിയാവുന്ന രാജാവ് ഹംസാദേവിയെ മടക്കി അയച്ചു. എന്നാൽ ഹംസാദേവിയോടുകൂടി ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്ന നിരാശ മൂലം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൃതി അടഞ്ഞു. സ്വഭാര്യ കാരണം യജമാനൻ മരിച്ചല്ലോ എന്നോർത്ത് ഭൃത്യൻ ആത്മഹത്യയും ചെയ്തു. ഇതിൽ ആരുടെ പ്രവൃത്തിയാണ് മഹത്തരം? വേതാളം ചോദിച്ചു. വിക്രമാദിത്യ മഹാരാജാവ് മറുപടി പറഞ്ഞു, പരസ്ത്രീയെ സ്വീകരിക്കാത്ത വിജയപുരി രാജാവിൻ്റെ പ്രവൃത്തിയാണ് മഹത്തരം. നമ്മുടെ വേതാളം വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തിരിച്ച് മുരുക്കുമരത്തിൽ കയറി തൂങ്ങിയാടാൻ തുടങ്ങി. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കഥകളെല്ലാം കേൾക്കുവാനും ലൈക്ക് ചെയ്യാനും മറന്നുപോവല്ലേ. അപ്പോൾ അടുത്ത വിക്രമാദിത്യ കഥയുമായി അടുത്ത ദിവസം വരും വരെ ബായ്.